എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന മോഹം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന BJP നേതൃത്വം. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ LDFും UDFും ഒരുപോലെ തള്ളുകയാണ്. BJP അക്കൗണ്ട് തുറന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള വാദങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മുന്നണികൾ. എല്ലാ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളും 1 മുതൽ 3 സീറ്റ് വരെ കേരളത്തിൽ BJPക്ക് പ്രവചിക്കുന്നു. BJP സംസ്ഥാന നേതൃത്വം പോലും 2-നപ്പുറം പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ഈ കണക്ക്. എക്സിറ്റ് പോൾ വന്നതോടെ സംസ്ഥാനത്തെ BJPയുടെ ഏറെക്കാലത്തെ ആഗ്രഹം സഫലമാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഈ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത, ആ വിശ്വാസ്യത ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ചോദ്യം ചെയ്യുന്നതിന്റെ അർത്ഥം മാധ്യമങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യലാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കേരളത്തിൽ ഈ തവണ നിരവധി സീറ്റുകളിൽ ഞങ്ങൾക്ക് വളരെ നല്ല വിജയപ്രതി. LDFും UDFും എക്സിറ്റ് പോളുകളെ ഒരേപോലെ തള്ളുന്നു. കോഴിമുട്ടയുടെ സ്ഥിതിയാവും BJPക്ക് എന്നാണ് K മുരളീധരന്റെ പരിഹാസം. കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും BJPക്ക് കേരളത്തിൽ ഉണ്ടാവും. പട്ടപൂജ്യമായിട്ടാണ് വരിക. അതുകൊണ്ട് ഒരു സംശയ കാര്യത്തിലില്ല, BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇപ്പോൾ ഇവിടുത്തെ എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ അത് അവിശ്വസനീയമാണ്. ഈ കേരളത്തെ ആകെ നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? എന്ത് താമര വിരിയിക്കാനാണ്? പക്ഷെ എക്സിറ്റ് പോള് ഇത്തരമൊരു നിഗമനത്തിലെത്തുന്നത് അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. മുൻ വർഷങ്ങളിലെ എക്സിറ്റ് പോളുകളിലും BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് പ്രവചിച്ചിരുന്നുവെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടി. BJP അക്കൗണ്ട് തുറക്കുന്ന സ്ഥിതിയുണ്ടായാൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് മുന്നണികളുടെ പദ്ധതി. തൃശൂരിൽ BJP 2ാം സ്ഥാനത്തെത്തിയാൽ കുറ്റക്കാരൻ പിണറായി വിജയൻ മാത്രമായിരിക്കുമെന്നായിരുന്നു K മുരളീധരന്റെ പരാമർശം. മുരളീധരന് പരാജയഭീതി എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.